بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. എല്ലാ ദിവസങ്ങളിലും ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ ദിവസങ്ങളിലും ഹജ്ജ് ചെയ്തതിന്റെ കൂലിയും ഉംറ ചെയ്തതിന്റെ കൂലിയൊക്കെ വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന, ചെറിയ സമയം കൊണ്ട് വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന വലിയൊരു അമലാണ്. അത് വലിയൊരു ശുക്രിന്റെ അമലും കൂടിയാണ്. ഒരാള് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്നു, ജമാഅത്ത് നിസ്കരിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് സൂര്യ ഉദിക്കുന്നവരെ, ഉദിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്, എന്നിട്ട് ഒരു 2 റക്അത്ത് ഇഖ്ലാസോട് കൂടി ളുഹാ നിസ്കരിച്ചാൽ അവന് ഹജ്ജിന്റെയും ഉംറയുടെയും കൂലിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്ത കൂലി ഇട്ടു പോകും. ഇത്ര എളുപ്പമായി പരിപാടിയൊക്കെ എന്നറിയാം. ഒരു ഹജ്ജിന് വേണമെങ്കിൽ 6 ലക്ഷം റുപ്യ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഹജ്ജിന് പോകാൻ നിർബന്ധ ആൾക്കാർ ഇത് നിസ്കരിച്ചാണ്ട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്. അത് പോകാൻ വേണം, അത് കടമ തന്നെ. പക്ഷെ ആ കൂലി വേണമെങ്കിൽ ഒരു പൂർണ്ണ ഉംറ എന്ന ഹദീസിലുള്ളത്, ഉംറത്തും താമ്മാന്നുള്ള പൂർണ്ണമായൊരു ഉംറ ചെയ്ത കൂലിയും കിട്ടും. ആകെ ഒരു 3/4 മണിക്കൂർ ഉപയോഗപ്പെടുത്തിയാൽ മതി. കാരണം സുബഹി നിസ്കരിച്ച് സൂര്യ ഉദിച്ചാൽ പിന്നെ ഒരു 20 മിനിറ്റ്, അത് കഴിഞ്ഞ ഉടനെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരി പോയാൽ എല്ലാ ദിവസവും പൂർണ്ണമായ ഒരു ഉംറ ചെയ്ത കൂലിയും ഒരു ഹജ്ജിന്റെ കൂലിയും വാങ്ങിയിട്ടാണ് പോകുന്നത്. അറബികൾക്ക് ഇപ്പോഴും ആ സുഖമാണ്. ഇപ്പൊ മക്കത്തും മദീനത്തൊക്കെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ ഇത് കഴിഞ്ഞിട്ടേ കുറെ അറബികൾ പോകാറുള്ളൂ. അവിടെ ഇരിക്കും, എവിടേക്കും നോക്കൂല, വർത്താനം പറയില്ല, മൊബൈലും നോക്കൂല, ഒറ്റ ഇരിപ്പാണ്. എന്നിട്ട് സൂര്യൊക്കെ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അവരൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നിസ്കരിച്ചിട്ട് പോകും ചെയ്യും. എല്ലാ ദിവസവും ഉംറന്റെ കൂലി വാങ്ങും. മദീനയിൽ മാത്രമല്ല, മറ്റു പല സ്ഥലം. ഞാൻ ഇപ്പൊ അറബി നാട്ടിലെ ഇമാമായിട്ട്, ഗവൺമെന്റ് ഇമാമാണ് ഞാൻ നടത്തുന്നത്. അല്ലയിൽ ഗവൺമെന്റ് ഇമാമായിട്ട് പാസ്സായ ആളാണ്. എന്നെ തുടരാൻ വന്നിരുന്നത് വലിയ വലിയ അറബികളാണ്, ചെറുകിട ആളുകളൊന്നുമല്ല, വലിയ ആളുകൾ, വലിയ ശൈഖന്മാരൊക്കെ എന്നെ തുടർന്ന് നിസ്കരിക്കുക. അതിനായിട്ട് തുടരാനായിട്ട് ഒരു വരും എന്റെ പള്ളിക്ക് വരും. ആ സുബഹി കഴിഞ്ഞാൽ കുറെ ആളുകൾ ഓരോ മൂലയ്ക്ക് ഇരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സൂര്യ ഉദിച്ച് ഈ ദുആ നിസ്കരിച്ചിട്ട് അവര് പോകും. കാരണം ഓല തലയ്ക്കൊക്കെ അത് കയറിയതാ. നമ്മളെ തലിന്റെ ഉള്ളിൽ കയറുന്ന ചവിട്ടിന്റെ ഉള്ളിൽ കയറുന്നുള്ളൂ മാത്രം. എന്നാ ഇനി ഇതങ്ങോട്ട് മാറ്റിയാല് ആ 2 റക്അത്ത് നിലനിർത്താനുള്ള ഒരു ചിന്തയോ ഒരു തീരുമാനമെങ്കിലും നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണം. ആ സമയത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് ഒരേ ഇരിപ്പ് ഇരിക്കാൻ കഴിയില്ല എന്ന് വരും. അപ്പൊ ഇതിനെ കൂലി കുറച്ച് കുറയാണെങ്കിലും വലിയൊരു ശുക്രിന്റെ അമലായിട്ട് ഇത് നിലനിർത്താൻ കഴിയും. എന്താ വെച്ചാല് മനുഷ്യന് ഒരുപാട് സൈസ് എല്ലുകളുണ്ട്, ഒരുപാടുണ്ട്. ചിലത് കമ്പ് മാതിരി, ചിലത് വളഞ്ഞിട്ട്, ചിലത് നേരെ, ചില കൂർത്തത്, ചിലത് പിന്ന് മാതിരി, ചിലത് സൂചി മാതിരി, പല ജാതി എല്ലുകളും നമ്മളെ ഉള്ളിലുണ്ട്. ഈ എല്ലുകൾക്കിടയിലൊക്കെ കെണുപ്പുകളുണ്ട്. അവിടെ നമ്മൾ ഈ വണ്ടിന്റെ അടിയിൽ ഗ്രീസ് വറ്റണ മാതിരി ഈ കെണുപ്പുകൾക്കിടയിൽ ഗ്രീസ് ഉണ്ട്, ഒരു സൈസ് കൊഴുപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് സുഖമായിട്ട് ഇങ്ങനെ ആക്കാൻ കഴിയുന്നത്. ഇത് പ്രായം കൂടുന്നതനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ കൈ നിവർന്നതും ചുരുങ്ങുന്നതും കുറച്ച് പ്രയാസമാവും. ഇത്തിരി കൂടി പ്രായം കൂടിയാൽ പിന്നെ നീരുമില്ല. അതാണ് വയസ്സന്മാരിങ്ങനെ നടക്കണേ. കണ്ടില്ലേ? അത് കളരി പഠിച്ചിട്ടല്ല, സാധുക്കൊക്കെ നീരായിട്ടാണ്. ആദ്യം ഒരു 50 ആണ്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആദ്യത്തരത്തിൽ സുഗമമായിട്ട് മടക്കാനും നിർത്താനും കഴിയില്ല. കുറച്ച് പ്രയാസമായിരിക്കും. കണപ്പിനൊക്കെ ചെറിയ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇവിടെ 20 റക്അത്ത് നിസ്കരിക്കുമ്പോ 10-35 വേദന അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഊരക്കും കാൽമുട്ടിനും ഇങ്ങനെ കൊളത്തുമ്പോ പിന്നെ നിസ്കാരത്തിനിടയിൽ ആന്ന് പറയാൻ വയ്യായിട്ടല്ലേ? അല്ലിപ്പോ നമ്മള് പറയില്ലേ, നിസ്കാരത്തിനിടയിൽ ആന്ന് പറയാൻ വയ്യ. അല്ലെങ്കിൽ എത്ര ആൾക്കാർ എന്റെ മോന്ന് പറയണ്ടാവും നിസ്കാരത്തിനിടയിൽ, പറയാൻ വയ്യായിട്ടല്ലോ ഇപ്പൊ. കാരണം ഇവിടെ വേദന, ഇവിടെ വേദന. അപ്പൊ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 19 വേദന സഹിച്ച് നിസ്കരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. പ്രായം കൂടിയ ഏതായാലും ഉണ്ടാവും.
അത് ഖുർആൻ പറഞ്ഞാണ്. സൂറത്ത് യാസീനാണ്. നാളെ ഒരാൾ എന്നോട് പറഞ്ഞ്, ഉസ്താദെ ഇത് ഭയങ്കര ഒരു പ്രയാസം, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരിഞ്ഞ. എത്രയാ പ്രായം വെച്ച്? 77 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്താ അത് പുതിയാപ്പിള ഇറങ്ങിയ 77 ആയിട്ടുള്ളൂ. ഞാൻ മുഖത്തേക്ക് നോക്കി ഇത്ര ആയല്ലോ എന്നുള്ളത്. 77 ആകുമ്പോ ദിമോ ഒതുങ്ങിയല്ലോ. ദിമോ ഒതുങ്ങി കിട്ടിയില്ലേ? ഇനി വല്ലാതെ മരുന്ന് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി എവിടുക്കാ പോയി മരുന്ന് കഴിക്കണതിനൊക്കെ ഒരു പരിധിയൊക്കെ അല്ലേ. 70 കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കൊണ്ടിരിക്കും. നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോ മോഡൽ നോക്കിയിട്ടല്ലേ എടുക്കുക. ഇപ്പൊ എന്റെ ഈ വണ്ടി ഇനിയിപ്പൊ എത്ര നന്നാക്കിയാലും ആ വണ്ടി തന്നെയാണ്. കാരണം അതിന് മോഡൽ നോക്കിയാൽ മതി. അങ്ങനെയല്ലേ, എല്ലാം അങ്ങനെ തന്നെയല്ലേ. പിന്നെ എങ്ങനെ ആയാലും അതിന്റെ പാർട്സുകൾക്ക് കേടുപാട് ഒന്നുകൊണ്ടിരിക്കും. അങ്ങനെ പുതിയതിന്റെ അത് മട്ടം കിട്ടൂല. ഒരു 5-6 കൊല്ലൊക്കെ ഉഷാറായിട്ട് ഓടും. ഒരു 7 കൊല്ലൊക്കെ കഴിഞ്ഞാൽ പിന്നെ വണ്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പഴയതാണ്. തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഓരോ സാധനങ്ങൾ പാർട്സുകൾ കേടുന്നോണ്ടിരിക്കും. അപ്പൊ അതിനിങ്ങനെ നമ്മൾ പ്രായം കൂട്ടിയിട്ട് കുറെ മരുന്നടിച്ചൊന്നും കാര്യമില്ല. പക്ഷെ പ്രായം ആണേനും മുമ്പ് ഇപ്പൊ 20-ാം വയസ്സിൽ കസേര ഇരുന്ന് നിസ്കരിക്കണ്ട. ഓൻ കിണറ്റിൽ വീണോ? ഇല്ല. ബൈക്ക് ആക്സിഡന്റ് ഉണ്ടോ? ഇല്ല. പിന്നെന്താ? ഇവിടെ ഒരു വേദന. ഇതിനുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞത്. അതൊരു 60 കഴിഞ്ഞിട്ട് വരേണ്ടത് എന്താ? 25-ന് ശേഷം വരണേ? അത് ശുക്രില്ല. എന്താ ശുക്ർ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി, സഹാബാക്കളെ 360 കെണുപ്പുകൾ മനുഷ്യനുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇല്ലെങ്കിൽ ആ കുടുങ്ങിയില്ലേ നമ്മള്. ഇതിങ്ങനെ നീരിന് മടങ്ങണ്. ഇതുകൊണ്ടല്ലേ നോമ്പർക്കണ. അല്ലെങ്കിൽ അങ്ങനെ നോമ്പർക്ക. ഇപ്പളാ മനസ്സിലായതല്ലേ? നോമ്പറക്കണ അർത്ഥാനം അല്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതുവരെ ഒരു മുട്ടൊക്കെ പറഞ്ഞൊന്നും കൊളർത്തില്ല. നോമ്പറക്കണനൊക്കെ പൊറാട്ട കുടിച്ചോണ്ടല്ലോ പഠിച്ചോനെ എന്നുള്ളത്. എല്ലായിടത്തും ഉണ്ടതേ. ഇത് ഇനി ഇവിടെ കണ്ട് ഇവിടെ മടങ്ങിയില്ലെങ്കിലും കുടുങ്ങിയില്ല. കാരണം നമ്മൾ എടുത്തത് അംസാക്കാന്റെ തൊള്ളേക്ക്, മൂപ്പരെടുത്തത് ഇങ്ങോട്ട്. ഞമ്മക്ക് പച്ചക്കറി പറ്റില്ല, മൂപ്പര് ചിക്കനും പറ്റില്ല. നോമ്പറാകെ അരിപ്പായില്ലേ. ഇത് ഇവിടെ മടങ്ങി കിട്ടണം. ഇതിനൊക്കെ ഒരു നന്ദി വേണ്ടതെന്നാണ് ഇപ്പൊ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. അപ്പൊ സഹാബാക്കളോടാണ് ഈ 360 കെണുപ്പുകൾക്ക് നിങ്ങൾ സ്വതക്ക കൊടുക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കൊടുക്കാൻ കഴിയും, കാരണം അവര് മോലാളിയാണ്. സഹാബാക്കളെ കൂട്ടത്തിൽ വലിയ മോലാളിമാരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ അങ്ങനെ. അത് അന്ന് മുതൽ തുടങ്ങിയതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വലിയ മോലാളിയാണ്. എന്നാ വളരെ പാവപ്പെട്ട ആളുണ്ട്. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലത്തെ ആളുകൾക്ക് ഒരു വിഷയമല്ല, ആണ് കൊടുക്കാം. പക്ഷെ ഒരു നേരം കഞ്ഞൊടിക്കാൻ വകയില്ലാത്ത ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. ഓര് കരഞ്ഞോണ്ട് പറഞ്ഞു, മുത്തനബി എങ്ങനെ ഇപ്പൊ ഞങ്ങളാ സ്വതക്കം 360 ഉറുപ്പ്യ കൊടുക്കുക എന്ന് വെച്ചു. ഒരു കണുപ്പിന് 1 ഉറുപ്പ്യ നിൽക്കാകുമ്പോ 360 ഉറുപ്പ്യ കൊടുക്കണ്ടേ? ഞങ്ങൾ എന്താ കാട്ടുക? കാരണം 1 ഉറുപ്പ്യ വരുമാനമില്ലാത്ത ആൾക്കാർ 360 ഉറുപ്പ്യ സ്വതക്കം കൊടുക്കണം എന്ന് പറഞ്ഞ. അപ്പൊ മുത്തനബി പറഞ്ഞു കൊടുത്തു, വകുല്ലു തസ്ബീഹത്തിൻ സദഖാ വകുല്ലു തഹ്മീദത്തിൻ സദഖാ വകുല്ലു തഹ്ലീലത്തിൻ സദഖാ വകുല്ലു തക്ബീറത്തിൻ സദഖാ വഅംറു ബിൽ മഅറൂഫി സദഖാ വനഹ്യുൻ അനിൽ മുൻകരി സദഖാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ എല്ലാവർക്കും സമാധാനായി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ സദഖയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ സദഖയാണ്. ഒരാളോട് മോനെ ഞെരിയാണ് മോൾക്ക് തുണി എടുക്കുക പറഞ്ഞാൽ അതും സദഖയാണ്. അപ്പൊ എല്ലാവർക്കും സമാധാനായി. അപ്പൊ ഒരു 360 നല്ല കാര്യങ്ങളാണ് ചെയ്താൽ മതി. ചൊല്ലലും പറയലും കൂടി ഒക്കെ ആയിട്ട്. നീ കേട്ടോളിട്ടോ, ഇതൊക്കെ കഴിഞ്ഞ് എല്ലാരും ഇങ്ങനെ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ. മുത്തനബി ലാസ്റ്റ് ഒരു ഗുളികാണ്ട് കൊടുത്ത്, ഇതിനൊക്കെ പകരായിട്ട് ളുഹാ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. മിക്കവാറും നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടുക. കാരണം അംറും ബിൽ മഅറൂഫ് നഹ്യുൽ മുൻകറൊക്കെ പൊരയുന്ന വരെ എടുത്തു പോയ കാലാണ്. മക്കളോടൊക്കെ തന്റെ ഇടത്തോടു കൂടി ദീന് പറയാൻ ധൈര്യമുള്ള എത്ര ആൾക്കാരുണ്ട്? മോൻ ഞെരിയാണി താഴത്തേക്ക് തുണി എടുത്ത് നടക്കുകയാണെങ്കിൽ പൊന്തിക്കടാ എന്ന് പറയാൻ അണ്ണാക്കുള്ള വാപ്പാണെങ്കിൽ അതാണ് വാപ്പ. മോൻ മോഡല് മുടി ഒട്ടിച്ചുകൊണ്ട് വരികയാണ് ജൂതന്നമാതിരി. അപ്പൊ വിളിച്ചു പറയണം, നിന്റെ പതിയിൽ ഇത് ശരിയാവൂല. അതിനാണ് ബാപ്പ എന്ന് പറയാം. മറ്റേന് മുണുങ്ങാൻ കൊടുക്കുന്ന ആളെന്ന് പറയാം.
വാപ്പി മുണുങ്ങാൻ കൊടുക്കുന്ന ആള് രണ്ടാണ്. മുണുങ്ങാപ്പ നമ്മളെ വരിയിൽ ആട്ടുമുട്ടിനെ നമ്മൾ കൊടുക്കലില്ല, അതുകൊണ്ട് പാട്ടിന് വാപ്പാവ നമ്മള് പുല്ല് കൊടുക്കലില്ലേ, അതുകൊണ്ട് വാപ്പാവില്ലല്ലോ. വാപ്പാന്ന് പറഞ്ഞാൽ വാപ്പാനെ കടമ തീർക്കണം. അല്ലെങ്കിൽ എന്തിനാ വാപ്പായത്, എന്തിനാ ഈ കുട്ടാണ്ടാക്കാൻ നിൽക്കണം? ഉണ്ടാക്കി അതിന് മട്ടത്തിലുള്ള വെള്ളവും അളവും കൊടുക്കണം. അത് ദീനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല നല്ല നിസ്കാരത്തേമ്പുള്ള വാപ്പാര മക്കളെല്ലാം നിസ്കരിക്കാത്തവരും ലഹരി ഉപയോഗിക്കുന്നവരും കണ്ടാൽ മനുഷ്യനാണോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഇതൊക്കെ പറയുന്നത് തന്നെ ഇഷ്ടപ്പെട്ട ഈ കാലത്ത് നമ്മളൊക്കെ തിരിച്ചുകൊണ്ടുവരണം. മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ സദഖയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒക്കെ സദഖയാണ്, എല്ലാം സദഖയാണ്. സമാധാനമായല്ലോ, എല്ലാം സദഖയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ദീന് വളരെ എളുപ്പല്ലേ, ദീന് വളരെ എളുപ്പല്ലേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനിതാ ക്ലാസ്സിൽ പറഞ്ഞ്, പെണ്ണുങ്ങളെ എല്ലാരും സദഖ കൊടുത്തോളേം. നിങ്ങള് കുറെ ആൾക്കാര് നരകത്തിലാണ്, പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തില്, എല്ലാരും അതുകൊണ്ട് സദഖ കൊടുത്തോളിന്ന് പറഞ്ഞു. കേട്ട കൂട്ടത്തില് പെണ്ണുങ്ങളെ കൂട്ടത്തിലും പൈസ ഉള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യ അവിടെ ഉണ്ട്, പൈസ വളരെ കുറവാണ്, ഉള്ള പൈസ സദഖ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം നരകത്തിന് രക്ഷപ്പെടാൻ. പൊരി പോയക്കുമ്പോ ഭർത്താവിന് വലിയ ഫക്കീർ, ഭാര്യയും ഫക്കീറത്ത്. അപ്പൊ ഓരമ്മ തീരുമാനം എടുത്ത് സ്വതക്ക കൊടുക്കാനല്ല മുത്തനബി പറഞ്ഞു ഫക്കീറിന്, എന്റെ ഓട്ടത്തിൽ പെങ്ങൾ അത്ര വലിയ ഫക്കീർ മദീൻ സാരമില്ല, ഞങ്ങൾക്ക് ഭാര്യ ഭർത്താവിന് തന്നെ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോ ബഹുമാനപ്പെട്ടവരറിഞ്ഞ് അതിപ്പോ ഫക്കീർമാർക്ക് കൊടുക്കാൻ തങ്ങൾ പറഞ്ഞ, ഫക്കീറുകളല്ലാതെ ആരും ഫക്കീറുള്ളത് അല്ല അല്ല എന്തായിരുന്നപ്പോ നിങ്ങൾ പറഞ്ഞു വാങ്ങിക്കളുന്ന. നമുക്ക് തങ്ങളോട് ചോദിച്ചിട്ട് അത് തീരുമാനാക്കിയിട്ട് വരാം, എന്നിട്ട് ഞാൻ വാങ്ങാം. മഹാനവറുകൾ പിറ്റേന്ന് തങ്ങളുടെ അടുത്തേക്ക് ഇഷ്കാലേറ്റ് പോയി. അവിടെ നോക്കുമ്പോ ഇതേപോലത്തെ കുറെ ആൾക്കാർ ഇതേ മസാല വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ കേട്ട ഭാര്യമാരിൽ കൂടുതൽ ആളുകൾ പട്ടിണി പാവങ്ങളായ ഭർത്താക്കന്മാർക്ക് സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പോലൊന്നും വാങ്ങാതെ സംശയം ചോദിക്കാൻ വന്ന കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്. നോക്കുമ്പോ ഈ ഇഷ്കാല വയ്ക്കാനാ കുറെ ആൾക്കാർ എത്തിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടി അള്ളാഹു റസൂൽ പറഞ്ഞു, വാങ്ങിക്കോളി. ഞാൻ ഓലോട് പറഞ്ഞ ഫക്കീർമാർക്ക് കൊടുക്കാനല്ല, നിങ്ങൾ ഫക്കീർമാരെ വാങ്ങിക്കോളി, ഓല നീയത്തിന് ഓൽക്കും കൂലിയുണ്ട്, നിങ്ങൾ വാങ്ങുമ്പോഴുള്ള നീയത്തിന് നിങ്ങൾക്കും കൂലിയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അദ്ദീനും യുസ്റുന്നല്ലേ. ഇത് കണ്ടിട്ട് നിങ്ങൾ ആണ്ടുകൊണ്ടും പരിയുന്ന ഉണ്ടാ, മനസ്സിലായില്ലേ? നാളെ ഏതായാലും മൂല്യർക്ക് നോമ്പറക്കം കൊടുക്കണ്ട 10 ജംകിക്കോ ജിങ്ങോണ്ട അക്കാളി ഇറക്കൂല. അതൊക്കെ പഴയ കാലത്ത് തിന്നാനും കൊടുക്കാനും ഇല്ലാത്ത കാലത്തോരൊക്കെ മറ്റൊക്കെ എളുപ്പമുണ്ട്, മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും സൈഡ് എഫക്ട് ഉണ്ടാക്കരുത്. ഇങ്ങനത്തെ എന്തെങ്കിലും കേട്ടിട്ട് അത് മാത്രം അമല ചെയ്യുക, അത് നിങ്ങളെ പേരിലാണ്ടൊന്നും തട്ടിക്കളിക്കുന്ന രൂപത്തിൽ അങ്ങനെ പറ്റൂല. നമ്മളൊക്കെ നന്നായിട്ട് പുറത്തേക്ക് തന്നെ സ്വതക്ക കൊടുക്കണം. ഇതൊക്കെ അക്കാലത്ത് കൊടുക്കാനില്ലാത്ത കാലത്തുള്ള ഓരോ സംഭവങ്ങളാണ്. ഏതായാലും ഞാൻ ഇന്ന് പറഞ്ഞത് ജീവിതത്തിൽ കൊണ്ടുനടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അമലാണ്, ശ്രദ്ധിക്കണം. ദുഹാ നിസ്കാരം അത് സൂര്യ ഉദിച്ച് 20 മിനിറ്റ് മുതൽ തുടങ്ങിയിട്ട് ളുഹൂറിന്റെ ഒരു 10 മിനിറ്റ് വരെ നീളും. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും നല്ലത് സൂര്യ ഉദിച്ചിട്ട് ഒരു 3 മണിക്കൂർ ആയാലും നിസ്കരിക്കലാണ്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ ഇരുന്ന് നിസ്കരിച്ചു പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ രീതിയിൽ ചെയ്യാം. ആ കാര്യം തെരഞ്ഞെടുക്കണം. എന്നാൽ നമ്മുടെ കണുപ്പുകൾക്കൊക്കെ ഒന്നും കൂടി ആയുസാകണതിന് മുമ്പ് സോക്കട് വരുന്നതിൽ നിന്നും അള്ളാഹു തആല നമ്മളൊക്കെ രക്ഷപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحم الراحمين يا الله, ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതും കേട്ടതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖിന്റെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. ബദരീങ്ങൾ ഉഹദീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ അഷ്ടദിക്കിലുള്ള സകല മഹാന്മാർ മഹദികളിൽ എത്തിക്കണേ അല്ലാഹ്. ഈ നാട്ടിലുള്ള കാട്ടിൽ തങ്ങളടക്കമുള്ളവരിൽ എത്തിക്കണേ അല്ലാഹ്.
ഇവിടെ ഇമാമത്ത് ദർസ് ഖാലിസ്ഥാനൊക്കെ ഏറ്റെടുത്ത് വഫാത്തായി പോയ മഹാനായ മരക്കാർ ഉസ്താദ് അടക്കമുള്ള ഉലമായിൽ എത്തിക്കണേ അല്ലാ. സിറാജുദ്ദീൻ ഞങ്ങളർക്കുള്ള ആരിഫീങ്ങളിൽ എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ, നിന്റെ മഹലായ ഫضല് കൊണ്ട് മുത്തനബിയുടെ ബർക്കത്ത് കൊണ്ട് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ റമളാന്റെ ഉത്തഖായിൽ പെടുത്തണേ അല്ലാ. റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ പെടുത്തണേ അല്ലാ. റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ പെടുത്തണേ അല്ലാ. റമളാന്റെ ലക്ഷ്യത്തിൽ എത്തിക്കണേ അല്ലാ. റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ ഇത്ഖിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ, തീപുക ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് സ്ഫോടനവും മിസൈൽ ആക്രമണങ്ങളും ശക്തമായി നാട് നീളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. നാടിനു വേണ്ടി, വീടിനു വേണ്ടി, കുടുംബത്തിന് വേണ്ടി കടൽ കടന്ന് പോയവരെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാ. കടത്തിൽ തളർത്തല്ല അല്ലാ. രോഗങ്ങൾക്ക് കീഴടങ്ങാനുള്ള അവസരം നൽകല്ല അല്ലാ. രോഗികളാക്കി തളർത്തല്ല അല്ലാ. ബാധ്യതകളിൽ നിന്ന് മാറ്റിവെക്കല്ല അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ദഅവത്തിനുള്ള വാതിലുകൾ തുറന്നു തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഹലാലായ സമ്പൽ നൽകണേ അല്ലാ. ഹറാമായ സമ്പത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി വഗ്ഫിർ ലനാ വലിമൻ ദഫനു ഹവാലൈനാ ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. السلام عليكم.